ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ് ഔട്ട് ദേർ. നമ്മൾ കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ സമയം കിട്ടാത്തതുകൊണ്ടോ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ ജീവിതത്തിൽ ആദ്യത്തെ PSC എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ PSC എക്സാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കേട്ടാണ് പോകാൻ. ഞാൻ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിലൊരു വ്യക്തി ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് PSC എക്സാം എഴുതാൻ പോകുന്നത്. സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, ഡേറ്റിൽ വന്നൊരു കൺഫ്യൂഷനാണ്. ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ 27th എന്തോ കണ്ട പോലെ എനിക്ക് അവിടെ തോന്നി. പാലക്കാട് ജില്ലയ്ക്ക് ഓരോ ജില്ലയ്ക്കും ഓരോ സമയമായിരിക്കും ഉണ്ടാവുക. അപ്പം ഞാനിങ്ങനെ 27th സമയം ഉണ്ടല്ലോ, മെല്ലെ മതി. എൻ്റെ എല്ലാ കാലത്തെയും അവസ്ഥ തന്നെയാണ്. പിന്നെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ 7 തീയതി ശുഭം. അപ്പോൾ ഇന്ന് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ടാണ് PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് PSC എക്സാം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ വരെ പോകുന്നത്. ശരിക്ക് ഇത്രയും ദൂരം സത്യം പറഞ്ഞാൽ സെൻറ്റർ എവിടെയെന്ന് വെച്ചാൽ അടുത്ത ജില്ലയിലാണ്. തൃശ്ശൂർ പഴനിയോ അങ്ങനെ എന്തൊരു മറ്റേ പഴനിയല്ല കേട്ടോ, തമിഴ്നാട് പഴനിയല്ല, ഇത് GHSS. ഞാൻ അവിടെ അത് കൺഫ്യൂഷനാണ് പേരെന്താന്നുള്ളത്. അപ്പോൾ നമുക്ക് പട്ടാമ്പിയിൽ ഇവിടെ ഞങ്ങൾക്ക് എളുപ്പം പട്ടാമ്പി വഴിയാണ്, ചാലശ്ശേരി അങ്ങനെ. അപ്പോൾ പട്ടാമ്പിയിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ബസ് കയറി പോകണം. അപ്പോൾ ബൈ ദിസ് ഇസ് ദി ഔട്ട്ഫിറ്റ്. റൂം നോക്കണ്ട, റൂം ക്ലീൻ ചെയ്തിട്ടില്ല. ദിസ് ഇസ് ദി ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. വലിയ ഗുമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, PSC എക്സാം അറ്റൻഡ് ചെയ്യാനല്ലേ, ഒക്കെ മതി. അപ്പോൾ എന്തായാലും നമുക്കിനി പട്ടാമ്പിയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ വണ്ടി ഒരു പേ പാർക്കിങ്ങിൽ നിർത്തിച്ചിട്ടുണ്ട് തൽക്കാലത്തിന്. കാരണം എനിക്ക് അധികം പരിചയമില്ലാത്തൊരു ടൗണായ കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമെന്നുള്ളതാണ്. ഞാൻ പട്ടാമ്പി എത്തിയിട്ടോ. ബൈ ഇവിടെ ഒരു പേ പാർക്കിംഗ് കണ്ടിട്ടുണ്ട്, സ്റ്റാൻഡ് ഇവിടെ അടുത്താണ്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ എത്തി ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് അത് കൊടുത്തിട്ട് നേരെ സ്റ്റാൻഡിൽ പോവാം. ഓക്കെ, നമ്മൾ പട്ടാമ്പി ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെയാണ് സ്റ്റാൻഡ്. അപ്പം ഞാൻ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഗുരുവായൂർ ബസ് പിടിക്കണം. നോക്കാം, എന്തായാലും ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും ഗുരുവായൂർക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. സോറി, സ്റ്റാൻഡ് ഇവിടെ ആയിരുന്നു ഗൈസ്, മാറിപ്പോയി. നമുക്ക് അപ്പുറത്തേക്ക് നല്ല ക്രോസ് ചെയ്യാം. ഇതാണ് സാക്ഷാൽ പട്ടാമ്പി സ്റ്റാൻഡ്. സംഭവം ഇവിടെ വെള്ളമൊക്കെ കയറിയിട്ട് കുറച്ച് സീനായിരുന്നു ആ പ്രളയത്തിൻ്റെ ടൈമിൽ. ഓക്കെ നമുക്ക് ബസ് ചെയ്താൽ നോക്കി നോക്കാം. നമ്മളോട് ഗുരുവായൂർ വണ്ടി കയറാമെന്ന് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച സംഭവം കറക്റ്റ് തന്നെയാണ്. ഗുരുവായൂർ വണ്ടി എത്തിയിട്ടില്ല ഇതുവരെ. നമ്മളിതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സൈഡിൽ ഉണ്ട് പട്ടാമ്പി പുഴ. ഇവിടെ വെയിറ്റിംഗ് ഷെഡാണ്. സംഭവം വെള്ളം ഇത്രക്ക് കയറിയിരുന്നു. എൻ്റെ പൊന്നെ, എൻ്റെ മോനെ വവ്വാല്. ഞാൻ അത്രയും വവ്വാലിനെ ആദ്യമായിട്ട് എത്തിക്കുന്നു. വണ്ടി എത്തിയിട്ടുണ്ട്, നല്ല തിരക്കുണ്ടായില്. നമുക്ക് ഗുരുവായൂർ ബസ് ടൈം പിടിക്കണം, നല്ല ടൈമിൽ അവിടെ എത്തും. എൻ്റെ മോനെ നല്ല തിരക്കുണ്ട്. ബാക്ക് സീറ്റ് സെക്യൂർ ആക്കി അവിടെ പോയിട്ട് മോനെ നമ്മൾ സ്കൂളിലെത്തിയിട്ടാ ഗൈസ്. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 1:30 നമ്മൾ പരീക്ഷ, 12:30 എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമിന് നമ്മൾ ടൈം എടുക്കണ്ട വിചാരിച്ചു. ബൈ നമ്മൾ വന്നപ്പോൾ നമ്മുടെ കമ്പനി ഇട്ടിട്ടുണ്ട്. അഫ്സറിനാണ് മൂപ്പരാളെ പേര്, മണ്ണാർക്കാടല്ലേ. മൂപ്പര് എന്തായാലും ചാനലൊക്കെ ആളട്ടോ, MST വേൾഡ് പറഞ്ഞിട്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൂപ്പര് സെക്കൻഡ് ടൈം എത്തിയാണ്, ഞാൻ ആദ്യമായിട്ട് ഇതിന്. നമുക്കിവിടെ പോയിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ നോക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ സ്കൂളിലെത്തി. ഇതാണ് VHSS മറ്റേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. പഴനി അത്ര അങ്ങോട്ട് ഉള്ളിലേക്കുള്ള ഏരിയൊന്നുമല്ല. ബസ് ഒക്കെ കിട്ടി, വലിയ ലാഗൊന്നും ഉണ്ടാകില്ല. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. സംഭവം സ്കൂള് നമുക്കൊരു എന്താ പറയുക, ഈ സിനിമയിലൊക്കെ കാണുന്ന പഴയ ടൈപ്പ് സ്കൂളുകളല്ലേ, അതിൻ്റെ ഒരു വൈബ്. ഇവിടെ കുറച്ചുകൂടി പുതിയ ബിൽഡിങ്ങുകളാണ്. ഇത് കുറച്ച് പഴയ കെട്ടിടങ്ങളാണ്, അതിന് കുഴപ്പമില്ല, അത്യാവശ്യം വൈബുണ്ട്. ഞാൻ അവിടെ ഒരു കിണറാണ് വന്നത്. സംഭവം പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് പേടിയില്ല. മറ്റേത് നമ്മൾ കുറേ പ്രിപ്പയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റോ എന്താവോ നമ്മളൊരു പേടിയുണ്ടാവില്ല, എന്താത്തില്ല. സോ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു എന്താ പറയുക ലൊക്കേഷൻ്റെ ഒരു ഇവിടെ ഇത് പുതിയ കിട്ടാവുന്ന കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ കുറച്ച് നേരം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രീവിയസ് ഇയറൊക്കെ ഇരുന്ന് നോക്കണം. സമയം പറഞ്ഞില്ല, ഞാൻ വലിയ പ്രിപ്പയർഡല്ല, അതുകൊണ്ട് പേടിയില്ലല്ലോ നമുക്ക്. അപ്പം ഇനി വല്ലാണ്ട് ഇങ്ങനെ വ്ളോഗ് എടുത്ത് തന്നെയാണ് എന്തെങ്കിലും പഠിക്കാൻ കിട്ടുന്ന ടൈമെങ്കിലും വേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് എനിക്ക് റിവ്യൂ തരാം. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വരാം. ആ ഒരു ബസ്സിലാണ് വന്നത്. ഊട്ടിക്കകത്ത് തിരക്ക് പോണ വഴിക്ക് അവിടെ ബ്ലോക്ക് എന്തുകൊണ്ട് തോന്നുന്നു, കാരണം നല്ല തിരക്കാണ്. നമ്മൾ വട്ടാമ്പി എത്തി. അവിടെ നിന്നും കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം തിരക്കായി. ബസ് കയറാനുള്ള രീതിയിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബസ്സിലേക്ക് പോയിട്ടാണ് ഒരു ബസ്സിലാണ് പോകുന്നത്. പിന്നെ വണ്ടിയിൽ എക്സ്ട്രാ ഹെൽമെറ്റ് ഇല്ല. മുപ്പര് ശരിക്കും ഞങ്ങളുടെ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പേൻ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കും. യെസ്, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തോ ഭാഗം കൊണ്ട് ഈ പേൻ പാർക്ക് കണ്ടു, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വണ്ടിയിട്ട് പോകുന്ന പറയുന്നത് അത്രയും റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ടൈം എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പിന്നെ LDC എന്ന് പറഞ്ഞാൽ 10th ലെവലാണ്, 10th ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത്യാവശ്യം ഈസി ആയിരിക്കും. പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയൊരു എക്സാം ആയിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാനൊരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണ് പോയത്. അതിൽ ലോജിക്കൽ തിങ്കിങ്ങും മാത്സും ഒന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് GK കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലാണ്. പക്ഷേ എന്താ സംഭവം വെച്ചാൽ ഇത്രയും ക്വാളിഫിക്കേഷൻ കുറവായ കാരണം ഒരുപാട് പേര് എഴുതാണ്ടാവും. ഞാൻ എഴുതിയിരുന്നാൽ തന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടാവും. പോകുന്നുണ്ടോ ക്യാമറയിൽ? അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ, അതായത് എന്നെക്കാളിലും എത്രയോ വയസ്സുള്ള ആൾക്കാരാണ് ഇത് എഴുതാൻ വരുന്നത്. അവരെന്നെ കുറേ കാലങ്ങളായിട്ട് എഴുതുന്നാവും. എന്നിട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ മാത്രമാണ്, ഓൾ ദ സ്റ്റേറ്റ് അല്ല, പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ മാത്രമാണ്. കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. ഇത് കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല, അത് 100% ഉറപ്പ്. മറ്റേത് പറയണത് 100% ശുഭപ്രതീക്ഷ കിട്ടില്ല. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഈസി ആയിരുന്നു എന്ന് വെച്ചാൽ കുറേ കറക്കി കുത്തലാണ്. മാത്സിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മ ഇത് എന്തൊക്കെ, അതായത് മാത്സ് റീസണിങ്ങും ഇതൊക്കെയാണ്. റീസണിങ് അല്ല, ലോജിക്കലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന സംഭവങ്ങളില്ലേ. എന്താ 6 പേനയ്ക്കും അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 പേനയ്ക്കും 6 പെൻസിലും അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മാത്സ് എത്രത്തോളം എന്നെ ഇതാക്കിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് പുറത്ത് വിടാൻ പാടില്ല എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിക്കണില്ല. അതായത് അവിടെ നിന്ന് ഞാൻ ധൃതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഫുള്ള് ഇതാക്കിയിട്ടാണ്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്ക്. ഇത് ചിലതൊക്കെ ക്ലോക്കിൻ്റെ സംഭവം കണ്ടാൽ റിഫ്ലക്ഷനൊക്കെ വെച്ചിട്ട് ഇത് കണ്ടതിനെ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാണ്ട് പോയതാണ്. കുറേ ഞാൻ പറഞ്ഞുതരാം, ഇത് ഒറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത് മൊത്തം. അതിൻ്റെ ബാക്കി പടി ഫുൾ കോമഡിയാണ് സത്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, പ്രിപ്പയർ ചെയ്തവർക്ക് ഇതിപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ട് കിട്ടും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഭയം കൊണ്ടൊക്കെ കിട്ടും. പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്, കാരണം പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് കിട്ടാറുണ്ടെങ്കിൽ അത് അർഹത ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇനി അടുത്ത എക്സാം എഴുതുമ്പോൾ നമുക്ക് അറിയാം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ജിമ്മിൽ പോകണം, ചായ കുടിക്കണം, നിസ്കരിക്കണം, എന്നിട്ട് ജിമ്മിൽ പോകണം, അതാണ് ഇനിയുള്ള പ്ലാൻ. എന്തായാലും ഇവിടുന്ന് വിടട്ടെ, അവിടെ നിന്ന് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇതുപോലത്തെ വീഡിയോക്ക് ഇത് വഴി ഞാൻ കാര്യം പറഞ്ഞു, നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന അഫ്സലേക്ക് മുപ്പൊരു യൂട്യൂബറാണ്, ഒരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ടാക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. മുപ്പർക്ക് എത്ര 10K സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ട് കുറേ കാലമായിട്ട് വീഡിയോ ഉണ്ടാകാനാണ്. അപ്പോൾ മുമ്പ് ലിങ്ക് അടിയിൽ കൊടുക്കാം. മുമ്പ് ചാനലും പോയി സപ്പോർട്ട് ചെയ്യാം, എന്നെയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ PSC ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. എക്സാം സംഭവം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന ടൈപ്പ് എക്സാം തന്നെയാണ് PSC. പിന്നെ കോമ്പറ്റീഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് ക്ലറിക്കൽ പോസ്റ്റ് കാരണം ഒരുപാട് പേര് ട്രെയിനാണ്, ഈ ഒരു ക്വാളിഫിക്കേഷൻ 10 ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം പഠിച്ച് നല്ല രീതിയിലേക്ക് എത്താൻ നോക്കുക. ഞാൻ എത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. പിന്നെ Instagram ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്നും പറയല. അപ്പം ശരി.